കാനഡയിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ആയിരുന്നു. അവരൊക്കെ എന്നെ വന്നിട്ട് ക്യാൻ യു ബ്രീത്ത്, ആർ യു ഓക്കേ എന്നൊക്കെ തൊട്ടുമ്മ. ആ വെള്ളത്തിൽ കളിക്കുന്ന സാച്ചുമാ. മീര ബർത്ത്ഡേ ആയിട്ട് ഭയങ്കര സംഭവമാണ് ചെയ്തു വന്നിരിക്കണത്. ഞാനാണ് ഇവന്മാരെ വെള്ളം കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പോണത്. ഓക്കെ, നിങ്ങൾ ഇതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സൂപ്പർമാൻ ദുഷ്ട എന്റെ ഉടുപ്പുണ്ടോ? നമ്മുടെ യുവമിഥുനങ്ങളായിരുന്ന കാലത്ത് കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഹായ് ഗൈസ്, വെൽക്കം ടു സാനോട് ദേശത്ത് നിൽക്കുന്നുണ്ട്. ഹായ് ഗൈസ് ആൻഡ് വെൽക്കം ടു സിഡ്നി മലയാളി. എൻ്റെ കൂടെ അൻഷിക ഉണ്ട്. ബിക്കോസ് ഞാനും അവളാണെന്ന് റെഡി ആയിട്ടുള്ളൂ. അൻഷിക, ആർ യു ഹാവിംഗ് ഫൺ? എൻ്റെ പഴയല്ല കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. വി ആർ അറ്റ് SeaWorld Resort in Gold Coast, Queensland. Yes, so we are having a lot of fun. ഇവിടെ അതാ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അവള്. ഞാനും റെഡി ആയിട്ട് നിൽക്കാണ്. ഇന്നിപ്പോ നമുക്ക് കുറെ പരിപാടി ഉണ്ട്. വേറെ ഓക്കെ, ഞാൻ എന്നാ പറയാം, എല്ലാവരും സുഖമായിരിക്കണു വിചാരിക്കണു കേട്ടോ. നമ്മളിവിടെ എല്ലാവരും സുഖമായിരിക്കണു. We woke up to this amazing, fabulous and beautiful view. വെള്ളം കാണാണ്ട് നമുക്ക്. And we can see all the boats. People have already started all their outdoor activities. So രാവിലെ ആയിട്ടുള്ളൂ. ഇതാ ഇവിടെ ആൾക്കാർ കുറെ കളിക്കുന്നുണ്ട് വെള്ളത്തില്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതാ ചിമ്മുട്ടി ഇവിടെ ഉണ്ട്. അമ്മയും തുള്ളും എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബട്ട് യാ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ പോകാൻ പോണത് സീ വേൾഡ് കാണാനാണ്, വിച്ച് ഇസ് ലൈക്ക് എ തീം പാർക്ക്. ആൻഡ് ഈവനിങ് പറ്റിയ വേറെ എന്തെങ്കിലും പരിപാടിക്കൊക്കെ പോകണം. പിള്ളേർക്ക് കളിച്ച് മതിയായിട്ടില്ല കേട്ടോ. വെള്ളത്തെ തിമർത്ത് മതിയായിട്ടില്ല. First we went to the pool and it was okay. But then when we went here, it was like a little cold for sauna. And then we went back in there and then it was burning hot because we were so cold. Pillaru full time kaliyana ito. So it's a lot of fun. We are going to go to SeaWorld today. So please keep watching. Ready ഉണ്ട് എല്ലാവരും? നല്ല വലിയ കാണാൻ ബർത്ത്ഡേ കാരിന്. അങ്കിൾ ആൻറ്റിയും അമ്മയും എല്ലാവരും ബാക്കിൽ വരുന്നുണ്ട്. ഇവിടെ രാജുവും സുനിലും പിള്ളേരൊക്കെ ഉണ്ട്. അവിടെ ആ ചെറുത് കിടന്നിട്ട് എന്തൊക്കെയോ അക്രമം കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അത് എന്ത് രസമായിരുന്നു. നമ്മൾ ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. സോ ഫസ്റ്റ് വേ ഗോയിങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് കയറിയിട്ട് വേണം പിന്നെ നമുക്ക് അടുത്ത പരിപാടിയിലോട്ട് കിടക്കാൻ. സോ ലെറ്റ്സ് ഗോ സീ വാട്ട്സ് ലെഫ്റ്റ്. നമ്മൾ ഇറങ്ങാൻ കുറച്ച് ലേറ്റായി. ആസ് ഓൾവേസ് നമുക്ക് ഒരിക്കലും സമയത്തിന് ഇറങ്ങാൻ പറ്റില്ല ഈ പിള്ളേരൊക്കെ വെച്ചിട്ട്. സോ വി ഗോണ ഗോ ഫൈൻഡ് വാട്ട്സ് ദെയർ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. പിള്ളേർക്കൊക്കെ വിശക്കുണ്ടാവും. എനിക്ക് വിശക്കുണ്ട്. നമുക്കിപ്പോൾ സാശുവിനെ നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇതാ കുറേ പേരുണ്ട് സാശുവിനെ നോക്കാൻ. നമ്മൾ റിസപ്ഷനിലെല്ലാം കേട്ടോ ആ ആൻറ്റി നമുക്ക് പറഞ്ഞു തരാം എന്തൊക്കെയൊക്കെയാണുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് കഴിക്കാമെന്നൊക്കെ. ഇതൊക്കെ വിശന്ന് തുടങ്ങുന്നുണ്ടാവേ. ഓക്കെ, നമ്മൾ പോണത് ഒരു വാട്ടർഫാൾ കഫേ എന്ന് പറഞ്ഞ എന്തോ ഒരു സ്ഥലത്താണ്. ഇത് നമ്മുടെ കുട്ടിയല്ല അല്ലേ, വേറെ ആരുടെ കുട്ടി? നമ്മുടെ കുട്ടികൾ ഇവിടെ ഉണ്ട്. സോ ഗോ ഹിയർ. എവിടേക്കാ മണി അവിടെ പോണേ? സാശുമ ഇവിടെ പേടിപ്പിക്കാൻ വേണ്ടിട്ട്. സാനുവിന് അതെ അതെ നടക്കാൻ പറ്റില്ല. ഇതാട്ടോ വാട്ടർഫാൾ കഫേ. എന്താ അവൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇങ്ങനത്തെ കാക്കാരുണ്ട് കേട്ടോ. വെള്ളത്തിൽ ചാടി നമ്മളെ രക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള മനുഷ്യന്മാർ കുറേ ഉണ്ട്. എത്തിട്ടോ. ഇതാണ് സംഭവം. ഇവിടെയാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ഉള്ളത്. ഇവിടെ പിള്ളേർ കളിക്കുന്ന ഈ സ്ഥലമില്ലേ, അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് സംഭവം. ലെറ്റ്സ് ഗോ സിറ്റ് സംവെയർ. നീരെ പാവം പെട്ടു, ചെറുതും എത്തുന്ന മാറണില്ല ഇവരുടെ രണ്ടാളുടെയും. നല്ല വൈബ് കേട്ടോ ഇവിടെ. തെങ്ങ്, പന, വെള്ളം, പൂള്, ഫുഡ്, പിള്ളേര്, ഓളി, ബഹളം. ഓക്കെ, ഈ പിള്ളേർ എന്നോട് വീഡിയോ എടുക്കാൻ പറയാണ്. ബിക്കോസ് ആ ബക്കറ്റ് കാണണില്ലേ, അതിലിങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് ഇവൻച്വലി അതിങ്ങനെ സ്പ്ലാഷായി താഴെ നിൽക്കണ പിള്ളേരുടെ മേത്തേക്കൊക്കെ വീഴും. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവർ ഇന്നലെ ഫുൾ ടൈം അതിൻ്റെ അടിയിലായിരുന്നു. ബട്ട് അതിൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പിള്ളേർക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ ഐ ജസ്റ്റ് ട്രൈ ടു ഗെറ്റ് എ വീഡിയോ അതിൻ്റെ. അറ്റ് ദ സെയിം ടൈം ഈ ചെറുതിനെ ഒരു കണ്ണും വേണം. ബിക്കോസ് ഇത് എപ്പോൾ വേണമെങ്കിൽ എങ്ങോട്ട് വേണമെങ്കിൽ ഓടാം. സമാധാനായ രണ്ടിനും. ഫുഡൊക്കെ അടിച്ചു കേട്ടോ. വാഫിളും കുറച്ച് മ്യൂസിലി,
പാല് പരിപാടികളൊക്കെ പിള്ളേർക്ക് കേട്ടൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഒരുവിധമൊക്കെ കഴിച്ചിട്ടുണ്ട് പിള്ളേർ, അധികമൊന്നും കഴിച്ചിട്ടില്ല. വെരി എക്സൈറ്റഡ്. ഇതാ മറ്റോളിതാ അവിടെ എടാ ATM കയറി കക്കോ. ഭയങ്കര ത്രില്ലില്ല അത് കേട്ടോ, ഭയങ്കര സന്തോഷത്തില്ല. അതാ നിങ്ങളുടെ കുട്ടി എന്തൊക്കെയോ അവിടെ പിച്ച് പറിച്ച് കളയണു. ആൻറ്റിമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, 2 അമ്മമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, സാധനം ഇവിടെ ഉണ്ട്. ബാക്കി സാധനങ്ങളൂടെ ഒന്ന് റൂമിലെടുക്കാൻ വേണ്ടി മീനി രാജൊക്കെ ഞങ്ങളൊക്കെ പോയിരിക്കുക കേട്ടോ. സോ വി ഗോണ മീറ്റ് ഹിയർ. എന്നിട്ട് ഈ ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട് സീ വേൾഡ് റിസോർട്ടിൽ. ഈ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് നേരെ വഴിയുണ്ട് ടു ഗോ ഇൻസൈഡ് ദ സീ വേൾഡ്. ടോപ്പ് നമ്മൾ സീ വേൾഡിലേക്ക് അല്ലെങ്കിൽ പോകണേ. അതാണ് അതിന് വേണ്ടി ആരെയും കൂടെ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. ആൻഡ് ദെൻ വി ഓൾ ഗോണ ഗോ ദെൻ. സമ്മറാണ് ആൻഡ് ഇറ്റ്സ് എ സൺഷൈൻ സ്റ്റേ, സോ ഇറ്റ്സ് എ ബിറ്റ് വാം. സോ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വാം. അതാണ് നമുക്കത് തൊപ്പി സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്. ആൻഡ് ദെൻ ദ കണ്ണട, വി നീഡ് ഓൾ ഓഫ് ദിസ്. പ്രാം എടുത്തിട്ടുണ്ട്, ബട്ട് മിക്കവാറും നമ്മുടെ ബാഗ്സ് ഒക്കെ തൂക്കാനുള്ളൊരു എക്വിപ്മെൻ്റ് ആയി മാറും ആ പ്രാം. ബിക്കോസ് ചെറുത് ഹാസ് നോ ഇൻട്രസ്റ്റ് ഇൻ ഗെറ്റിംഗ് സ്ട്രാപ്ഡ് അപ്പ് അഗൈൻ. കാറ് കാണുമ്പോൾ കുട്ടിക്ക് പേടിക്കുക, ലോങ് ഡ്രൈവ് അതിനകത്ത് പിടിച്ചിട്ടില്ലേ. സോ കാറ് കാണുമ്പോൾ അത് കരയാൻ തുടങ്ങണം. പാവം ആയിട്ടുണ്ടോ ഇനി ഇങ്ങനെ തിരിച്ചുകൊണ്ട് പോകാതെ കേട്ടോ. ബട്ട് എനിവേ സുനിലവിടെ നോക്കുന്നുണ്ട് ചെറുതനാട്ടോ. പൂരലമ്പാവുണ്ട് ബിക്കോസ് ഇപ്പോൾ കുറേ അറ്റൻഷൻ കിട്ടുന്നു, കുറേ പേരുണ്ട്. സോ ഷീസ് വെരി എക്സൈറ്റഡ്. ഷീസ് ഓൾവേസ് ലൈക്ക് റണ്ണിങ് അറൗണ്ട് എവ്രിവേ. അപ്പോൾ എപ്പോഴും എൻ്റെ മേത്തൊരു കണ്ണ് വേണം. ഓൾറൈറ്റ്, അങ്ങനെ മേലേക്ക് എത്തിയിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങാം. യുവം ഇതിനങ്ങളും മോളുടെയും ഒരു ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, ഇതാണ് ഇവിടുത്തെ ഗിഫ്റ്റ് ഷോപ്പ് കേട്ടോ. സാനു അനുഷ്കേൻ്റെ ഇടയിലുണ്ട്. കുഞ്ഞപ്പൻ വീണ് കാലൊക്കെ ഉഴിഞ്ഞിട്ടാ നടക്കണം. ഇവിടുന്ന് നമ്മുടെ ടിക്കറ്റ്സ് കാണിക്കണം. സൂപ്പർ ബ്ലൂ സ്കൈ ആണ് കേട്ടോ, ആൻഡ് ഗ്രീൻ ട്രീസ്. ആൻഡ് നമ്മളാണ് നല്ല വെയിലത്താണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. എല്ലാവരും തൊപ്പിയും ഒക്കെ ഇട്ടിട്ടുണ്ട്, കണ്ണാടിയും സാധനങ്ങളൊക്കെ. അത് കണ്ടു. ഇവിടെ ഇഷ്ടംമാതിരി ഇങ്ങനെ താമസിക്കാനുള്ള റൂംസൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു റൂമിൽ തന്നെയാണ് നമ്മൾ താമസിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ബിഗ് ഓഫ് ദ ഓഷൻ വ്യൂ. സോ നല്ല വ്യൂ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് തോന്നി. ബട്ട് ദിസ് ഇസ് ഓൾസോ നൈസ് ടോ ഗാർഡൻ വ്യൂ. കടാ, വെൽക്കം ടു സീ വേൾഡ്. എന്താ രസാ, നല്ല ട്രീസ് ഒക്കെ കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ഷെയ്ഡ് ഉണ്ട്, നമ്മൾ ഷെയ്ഡ് കൂടെ നടക്കുകയാണ്. നമ്മൾ ടിപ്പിക്കൽ ഇന്ത്യൻസിനെ മാതിരി എവിടെയാണോ തണൽ കിട്ടണ വെച്ചിട്ടിരിക്കുക. അസുഖമില്ല കേട്ടോ, എനിക്ക് നല്ലോണം ഉണ്ട്. എനിക്ക് തലവേദനിച്ചിട്ട് ഇന്നാളത്തെ മാതിരി സൈനസ് കയറലുണ്ടാ. അപ്പോൾ ഞാൻ കുറച്ച് ഇങ്ങനെ തണലത്തൊക്കെ നടക്കട്ടെ. നമ്മൾ യുവമിഥുനങ്ങളായിരുന്ന കാലത്ത് കല്യാണം കഴിഞ്ഞ ഉടനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ അയ വറക്കാൻ തോന്നുന്നുണ്ടോ? ഇങ്ങനെ അയ വറക്കാൻ അറിയോ? അതുപോലും അറിയില്ല. കൊണ്ടാട്ടം പപ്പടം വറക്കണ കേട്ടിട്ടുണ്ട്. ഇത്ര അയ വർക്ക് മീൻസ് പഴയ മെമ്മറികൾ, ഭാര്യനെയും കൊണ്ട് ഇവിടെയൊക്കെ വന്ന വല്ല ഓർമ്മയുണ്ട് മനുഷ്യ. അതന്നെ. ആക്ച്വലി എനിക്കൊന്നും ഓർമ്മയില്ല കേട്ടോ. ദാറ്റ് വാസ് ലൈക്ക് 14 years ago. 14 years ago വന്നതാണ്. ഇപ്പതാ ഈ ഒരു കുട്ടിക്കൊരിങ്ങനെ ഉണ്ട് കൂടെ. ആണോടാ? ദാ വെള്ളത്തിൽ കളിക്കുന്ന സാച്ചുമാ. ഇവിടെ ഇങ്ങനെ വെള്ളം അടിക്കാട്ടോ. അങ്ങനെ ബോട്ടിൽ ആൾക്കാർ വരുമ്പോ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് വെള്ളം ഇങ്ങനെ ആക്കാം. അതാണ് സംഭവം. അപ്പൊ ഈ റൈഡ് കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ. ഈ വെള്ളത്തിന്റെ റൈഡ് അധികം ഡേഞ്ചറസും അല്ല. അപ്പോൾ അമ്മമാർക്ക് അച്ഛന്മാർക്കൊക്കെ ഇറ്റ്സ് ഓൾ ഓക്കെ ടു ഗോ. അപ്പോൾ എല്ലാവരും ആ ക്യൂല് കയറി നിൽക്കുന്നുണ്ട്. ഞാൻ മാത്രം വാല്യുബിൾസും സാധനങ്ങളൊക്കെ പിടിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. ആൻഡ് ഞാനാണ് ഇവന്മാരെ വെള്ളം കൊണ്ട് അറ്റാക്ക് ചെയ്യാൻ പോണത്. ഓക്കെ, സോ ഇവന്മാർ കയറട്ടെ അതിനകത്ത്. ബാക്കി പരിപാടി ഞാൻ അപ്പം കൊടുക്കാം അവർക്ക്. അവർ കയറിയുണ്ട് കേട്ടോ. ആ ഒരു ബോട്ടിൽ ഫുൾ ഗ്യാങ് ഉണ്ട്, കാണാണ്ട് എനിക്ക്. ഇനി ഇവന്മാർ എൻ്റെ മേത്തേക്ക് വെള്ളം ഒഴിക്കുമോ എന്നാണ് എൻ്റെ ഒരു പേടി. അയ്യോ, ഒഴിച്ചു മോനെ, ഒഴിച്ച്. അവന്മാർ എൻ്റെ മേത്തേക്ക് ഒഴിച്ചു. എനിക്കൊന്നും ഒഴിക്കാനുള്ള ചാൻസ് പോലും കിട്ടിയില്ല. സാരും അനുഷ്ക അവിടെ നിന്ന് ഓളിയിടുക വെള്ളം ഒഴിക്കരുതെന്ന്. പക്ഷെ എനിക്കറിയാം സുനിൽ എൻ്റെ മേത്തേക്ക് വെള്ളം ഒഴിക്കുന്നത്. ഇതാ കണ്ട, സുനിൽ അവിടെ നിൽക്കണ പെൺപിള്ളേരുടെ മേത്തൊക്കെ വെള്ളം ഒഴിക്കണ്ടേ. എന്തൊരു ദുഷ്ടരാ നോക്കിയേ. ോ ഈ സാധനം ഇങ്ങനെ ചെയ്തിട്ടാണ് കേട്ടോ വെള്ളം നമ്മളിങ്ങനെ ആക്കണ്ടവരുടെ മേത്തേക്ക്. എടാ എന്റെ മേത്താക്കരുത് കേട്ടോ. കുഞ്ഞപ്പൻ കുഞ്ഞപ്പൻ അച്ഛോ അയ്യോ കുഞ്ഞപ്പൻ. അയ്യോ ഇവ എന്റെ മേത്തേക്കാണ് ഒഴിച്ച്. ഇവരെ അറ്റാക്ക് ചെയ്യാൻ നിന്ന് എനിക്ക് തന്നെ പണി കിട്ടി. ഞാനാണെങ്കിൽ വേറെ ഡ്രസ്സ് വരെ കൊണ്ടിട്ടില്ല. ഓ മൈ ഗോഡ്. ഇനിയിപ്പോ ദാ അമ്മയും അങ്കിൾ ആൻറ്റിയും മീരയൊക്കെ വേറെ ബോട്ടിലാ. അവരെങ്കിലും ഞാൻ രക്ഷിക്കാൻ നോക്കാം. ദാറ്റ് വാസ് ആക്ച്വലി ഫൺ ട്ടോ. പക്ഷെ ഇവരാണോ അതിനകത്ത് കയറിയ ഞാനാണോ മനസ്സിലാവില്ല. എന്നെ നോക്കൂ, ഐ എം ലൈക്ക് ഡ്രെൻച്ച്ഡ് ഇൻ വാട്ടർ. അതാണെങ്കിൽ ഉപ്പ് വെള്ളമായിരുന്നു. എൻ്റെ വായും മുകളിലൊക്കെ പോയി.
ആൻഡ് മൈ കണ്ണടയിലും ഒക്കെ ഫുൾ വെള്ളം. മൈ ഗോഡ്, ദാറ്റ് വാസ് ഫൺ ടോ. ഐ ക്യാൻ സീ ദം ഓൾ സിറ്റിംഗ് ആൻഡ് സ്മൈലിംഗ്. ദാറ്റ് വാസ് സോ ക്യൂട്ട്. അമ്മ ആള് കൊള്ളാലോ. അമ്മ അവിടെ ഇരുന്നിട്ട് അപ്പുറത്തേക്കുള്ള സുനിലിന്റെ വേഗത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട്. അമ്മ റെഡി. പാവം പോട്ടെ, ഞാൻ അധികം ശല്യം ചെയ്തില്ല. അപ്പുറത്തുള്ള ക്ലാവ് കടന്നു ചീറ്റുണ്ടിട്ട് അവരുടെ മേത്തേക്ക്. ദുഷ്ട, എന്റെ ഉടുപ്പ് കണ്ടോ? Chachima had fun. You want to go on the water? No, she doesn't want to go. Oh, you don't want to go? You want to go on the roller coaster? Da അടുത്ത ദുഷ്ടൻ. നിങ്ങളൊക്കെ ഉടുപ്പ് ഡ്രൈ ആയിരിക്കണോ? എന്നെ കണ്ടോ? കുട്ടികളുടെ എന്തോ വാട്ടർ പാർക്ക്. Let's go on the roller coaster. നമ്മളിപ്പോൾ ഇനി കയറാൻ പോണത് അഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളവർ നടത്തുന്ന സം ഡോൾഫിൻ പ്രസൻറ്റേഷൻ ആട്ടോ. പണ്ട് ഞാനും സുനിലും ഇത് കണ്ടിട്ടുണ്ട്. ഇറ്റ്സ് എ ഡോൾഫിൻ ബീച്ച് വേ ദേ ഹാവ് ഡോൾഫിൻസിൻ്റെ ഒക്കെ ഷോ. എൻജുമാ സാരല്ലേ, പൊടിയല്ലേ, വന്നോളൂ. അതിൻ്റെ ഡ്രാമ കാണുമ്പോൾ ചെറിയ വരിക. അത് കണ്ട ഇവിടെ ഞാനും സുനിലും നിന്നിട്ടൊരു ഫോട്ടോ ഒക്കെ ഉണ്ട്. അപ്പോൾ ഓർമ്മയുണ്ട്? അപ്പോൾ ഓർമ്മയുണ്ട് എന്നൊക്കെ പറയണ്ടിട്ട് ഐ എം പ്രിറ്റി ഷുവർ ഓർമ്മയില്ല. അത് ഒരു റീക്രിയേഷൻ ചെയ്യായിരുന്നു. ചെറുതിനെയും വെച്ചിട്ടൊന്നും നടക്കില്ലേ. അടുത്തത് കണ്ട സീ വേൾഡിൽ ഐ തിങ്ക് ദേ ഡു പ്രിസർവേഷൻ്റെ എന്തെങ്കിലൊക്കെയോ കാര്യങ്ങളും. ഇത് കണ്ട ഈ കിളി ഫുഡ് എടുക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ ബാഗ്സ് ഒക്കെ നമ്മളെ കൊണ്ട് എടുപ്പിച്ചിരുന്നു. ലുക്സ് റിയലി ബ്യൂട്ടിഫുൾ ഹിയർ. അവിടെ ആ സ്റ്റാൻഡിലാണ് ഇരിക്കേണ്ടത്. പണ്ട് നമ്മൾ വന്നപ്പോൾ അവിടെ തന്നെ ഇരുന്നിരുന്നു ഞങ്ങള്. അവിടെ സ്നോക്കോണും അങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. രാജ്യം പിള്ളേരും അങ്ങോട്ട് പോയിരിക്കാം. നമ്മളൊക്കെ ഇവിടെ സീറ്റ് പിടിച്ചിരിക്കുകയാണ്. തുടങ്ങിയിട്ടോ ഡോൾഫിൻ ഷോ. 11:30 and 1:30 ഇവിടെ ഷോ. അപ്പോൾ വരൂ കേട്ടോ. അല്ല എവിടെന്നെങ്കിലായിട്ടൊക്കെ വരും. അത് അവിടെ ഒരെണ്ണുണ്ട് വെള്ളത്തില്. Welcome friends to Dolphin Beach. It's right here that we hope you will gain a greater appreciation and understanding of the affinity between us and the world's most beloved marine mammal. ഈ ഡോൾഫിൻ ഷോ വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ഡോൾഫിൻസ് ആർ സച്ച് ഇൻ്റലിജൻറ്റ് ക്രീച്ചേഴ്സ്. അവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ നമ്മളിങ്ങനെ നോക്കുമായിരുന്നു. ഐ തിങ്ക് ഇങ്ങനെ ഒരു ഹൈ ഫ്രീക്വൻസി വിസിലോ എന്തോ ഇട്ടിട്ടാണ് അവരെ ട്രെയിൻ ചെയ്യണേ. ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ആർ അഗെൻസ്റ്റ് ദിസ്. ഇങ്ങനെ ക്യാപ്ചർ ചെയ്തിട്ട് ആനിമൽസ് ആൻഡ് മെറൈൻ ലൈഫിനെ കൊണ്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്യിപ്പിക്കണതിന് അഗെൻസ്റ്റാണ്. ഹാംഫുൾ അല്ലേ അവരെ കൊണ്ട് ഇങ്ങനത്തെയൊക്കെ ചെയ്യിപ്പിക്കണം ഔട്ട്സൈഡ് ദിയർ കംഫർട്ട് സോൺ എന്നൊക്കെ. ഐ നോ ഐ ഹവ് ഹേർഡ് എ ലോട്ട് അബൌട്ട് ഇറ്റ്. ബട്ട് വൺ തിങ് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ള ഓസ്ട്രേലിയയിൽ എന്താ വെച്ചാൽ ഇവർക്ക് ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇറ്റ്സ് നോട്ട് ദാറ്റ് അവരെ ഉപദ്രവിച്ച് ചെയ്യിപ്പിക്കുകയല്ല, അവരെ വളരെ ടേക്ക് കെയർ ചെയ്ത് ഇൻ എ ഗുഡ് മാനർ ചെയ്യുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ. സോ ഐ ഫീൽ ലൈക്ക് വേറെ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളേക്കാട്ടും ഇവിടെ ഇവൻ ദോ ദേ ഡൂയിങ് ദീസ് ട്രിക്സ്, അത് നമുക്ക് മെറൈൻ ലൈഫിനെ കുറിച്ച് കുറച്ച് അവയർനെസ്സിന് വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഇൻ എ ഫൺ വേ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് അവരോടുള്ളൊരു ഇഷ്ടവും ഇൻട്രസ്റ്റൊക്കെ കൂടുമല്ലോ. ആൻഡ് അവരൊക്കെ എത്ര ടേക്ക് കെയർ ചെയ്യണോ, എത്ര നല്ല എൻവയറമെൻറ്റിൽ അവരെ വളർത്തണേ. ആൻഡ് എന്തൊരു മാതിരിയാണ് അവരുടെ ഫുഡിൻ്റെയും ഹെൽത്തിൻ്റെയും കാര്യമൊക്കെ അവർ ശ്രദ്ധിക്കണേ എന്നുള്ളത് ഇവിടെ ഉള്ളവർക്ക് ആക്ച്വലി മനസ്സിലാവും. അതുകൊണ്ട് ഇവിടെയൊക്കെ വെറ്റിനറി ഡോക്ടേഴ്സിനൊക്കെ അവിടെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ. ആൻഡ് എവറി വൺ ലവ്സ് പെറ്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. സോ ഐ തിങ്ക് ഇൻ എ വേ ഇവിടെ ഒരു ആനിമലായി ജനിച്ചാൽ നല്ലതാണ്. പ്ലസ് ഐ ഫെൽറ്റ് ലൈക്ക് ദ പേരൻസ് ഓൾസോ എൻജോയ്ഡ് വാച്ചിങ് ദിസ് ഷോ കേട്ടോ. സോ ഇൻ ഓൾ അതൊരു ഹിറ്റായി തോന്നുന്നു. ഡോൾഫിൻ ഷോ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടോ. നമ്മൾ ഈ അച്ഛനമ്മമാർക്കൊക്കെ ഇവിടുത്തെ ചെടിയും വെജിറ്റേഷൻ കണ്ടിട്ട് അത്ഭുതം ഉണ്ട് കേട്ടോ. സോ അവരതൊക്കെ കാണുകയാണ്, ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇറ്റ്സ് ആക്ച്വലി ക്വൈറ്റ് പ്രിറ്റി. എത്ര നന്നായിട്ട് അവർ ടേക്ക് കെയർ ചെയ്യണേന്നൊക്കെ. പിള്ളേർക്ക് റോളർ കോസ്റ്റർ. ഓക്കെ ഓക്കെ ഓക്കെ. നിങ്ങൾ ഏതിലാണ് സ്റ്റാർട്ട് ചെയ്യണേ? സൂപ്പർമാൻ? വാർദ്ധക്യം നമുക്കാണോ? ഷാനു അന്വേഷിക്കും നമ്മളെ കൊല്ലു ഇനി റോളർ കോസ്റ്റർ കയറിയില്ലെങ്കിൽ. ഡോൾഫിനിൽ തന്നെ ഇവന്മാർ മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് സ്നോ കോണൊക്കെ വാങ്ങിയിട്ടാണ് പിടിച്ചിരുത്തിയത് കേട്ടോ. നവ്യഗുണ ഗോദ ഇവർ രണ്ടെണ്ണം ഉണ്ടല്ലോ, സുനിൽ രാജും, ഇതിലെല്ലാത്തിലും കയറും. ഇവർക്കൊരു പേടിയില്ല. എന്നാൽ ആ രണ്ടെണ്ണം ചുമട്ടുകൾ മുന്നേ നടക്കണേയും അത് ബാധിയാവാൻ നോക്കുന്നുണ്ട്. ഈ ചെറുതും നോക്കെ ചെറുതൻ്റെ ഒക്കത്തുണ്ട്. ബിക്കോസ് അത് നടക്കണമില്ല ഇരിക്കണമില്ല.
അപ്പം പിടിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കാം. ഇതാ കയറിയിരിക്കണോ അതിനകത്തേക്ക്. സുനിലും രാജുവിനെയും ഞാൻ കണ്ടു, അനുഷ്കയും പിന്നെ മീരയുണ്ട് അതില്. ഓ ഓ അവിടെ ഉണ്ട് കേട്ടോ. അവര് ഒരു സെക്കൻഡ് റൗണ്ട് പോയതാണോ എന്താ നമുക്കൊരു ഐഡിയ ഇല്ല. ഇതാ കാണാണ്ട് മീരയുടെ ബർത്ത്ഡേ ഇതാ ആഘോഷിച്ചിരിക്കണു. നേരെ വെള്ളത്തിലേക്കാണ് സ്പ്ലാഷ്. അടിപൊളി. കിടിലൻ റൈഡായിരുന്നു. അമ്മയ്ക്ക് കൂടെ ഒന്ന് പോവായിരുന്നു, ഒരു കൈ നോക്കായിരുന്നു. മീര ബർത്ത്ഡേ ആയിട്ട് ഭയങ്കര സംഭവമാണ് ചെയ്തു വന്നിരിക്കണത്. അവൾ ആദ്യമായിട്ടാണ് റോളർ കോസ്റ്റർ കയറിയത്. സോ ദാറ്റ് ഇസ് എ ബിഗ് അച്ചീവ്മെന്റ്. ഞാനൊന്നും ആ പ്രദേശത്തേക്ക് പോകും കൂടെ ഇല്ല. ഞാൻ വീഡിയോയും ഫോട്ടോ എടുക്കാനുള്ള ആളാണ്. നമ്മുടെ ശാശുമണി കിടന്ന് ഉറങ്ങി താങ്ക്ഫുള്ളി. സോ അവൾ ആ പ്രാമിൽ ഇരുത്തിയിട്ടുണ്ട് ഒരു വിധത്തില്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? വാസ് ഗുഡ്. ഇതൊക്കെ ചെറുതില്ലേ, സുണ്ടതിനും വലിയ വലിയ സാധനങ്ങളിൽ പോയോണ്ട് ഇതൊന്നും ഏൽക്കണില്ല കേട്ടോ. ബട്ട് ഐ കാൺട്ട്. എനിക്കിങ്ങനെ അഡ്രിനലിൻ റഷ് തോന്നുന്നില്ല. ചിലർക്ക് ഇതൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവുമല്ലോ. എനിക്ക് ഇങ്ങനത്തേലൊക്കെ പോയാൽ ഞാൻ വല്ല പേടിച്ച് മൂത്രമൊക്കെയുള്ളൂ. ഐ എം വെരി സ്കേർഡ്. ഇറ്റ് ഡസൻ ഗിവ് മീ ജോയ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തേൽ അതുകൊണ്ടാണ് റിസ്ക് എടുക്കാത്തത് കേട്ടോ. ഐ ഹവ് ബീൻ ഓൺ സം. പണ്ട് ഇങ്ങോട്ട് വന്നിട്ട് തന്നെ ഇതിലല്ല, ഇതിനെക്കാട്ടൊക്കെ വളരെ ചെറുതിൽ പോയിട്ട് തന്നെ പേടിച്ച് കരഞ്ഞ് കൂടുണ്ടായിരുന്ന ഇരുന്നിരുന്നവരൊക്കെ ഓരോ കാനഡയിൽ നിന്ന് വന്ന ടൂറിസ്റ്റ് ആയിരുന്നു. അവരൊക്കെ എന്നെ വന്നിട്ട് ക്യാൻ യു ബ്രീത്ത്, ആർ യു ഓക്കെ എന്നൊക്കെ പറഞ്ഞു. അവരെന്നെ പേടിച്ചു എൻ്റെ പേടിയും മോളിയും കണ്ടിട്ട്. സോ അത്രയും ഞാൻ ഫ്രീക്ക് ഔട്ട് ആവുന്ന ആളാണ് ഞാൻ. സോ ദിസ് ഈസ് നോട്ട് ദ സ്പോട്ട് ഫോർ മീ. ഓക്കെ, ബട്ട് ഐ എം ഷുവർ ദർ ഇസ് മോർ തിങ്സ് ടു ഡു വിച്ച് എന്നെ കൊണ്ടും കയറാൻ പറ്റും. റൈഡ് ഫോട്ടോസ്. സോ ഇവർ ഫോട്ടോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഇവരവിടെ അതിനകത്ത് കയറി ഇരുന്നിട്ട് ചെയ്യണേൻ്റെ. ഷാനു അനുഷ്കൊക്കെ അവിടെ ഏതോ റൈഡിലാണ്. സുനിലും സാഷും കൂടെ ഉണ്ട്. ഇവിടെ ഒരു ഷാർക്കൊക്കെ കേട്ടോ. നമ്മളിനി പോകാൻ പോണത് സ്റ്റിംഗ്രേനെ തൊടാനാണ്. ഈ റോളർ കോസ്റ്റർ ഇല്ലാത്ത എന്തും നമ്മൾ കയറൂല്ലേ. അതെ, അപ്പൊ അങ്ങോട്ടേക്കാണ് പോണേ. അതാ ഷാർക്ക് ബേ ഗ്ലാസ് ബോട്ടം ബോട്ട്. അതും ഉണ്ട്. ആൻഡ് ദെൻ ദെയർസ് സ്റ്റിംഗ്രേനെ തൊടാനുള്ള സംഭവം. അത് ഇതിനകത്താ തോന്നുന്നു. സം കോറൽ റീഫ് പോലത്തെ എന്തോ സ്നോർക്കലിംഗ് പൂൾ. അവിടെ സ്നോർക്കലിംഗും ചെയ്യാൻ തോന്നുന്നു. ഓക്കെ, ഷാർക്ക് ബേ വോഫ് കേട്ടോ. ഇവിടേക്കാണ് നമ്മൾ പോണേ. ഇവിടെ ഗ്ലാസ് ബോട്ടം ബോട്ടൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അവിടെ ഷാർക്കിനെ കാണാൻ. പക്ഷെ അതല്ല, അങ്ങനെയുള്ള ഓപ്ഷൻ ഇങ്ങനെ പോയിട്ടും നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. സോ ഇത് കണ്ടോ, എൻ്റെ അടിയിൽ റീഫ് പോലെയാണ്. സി ഓൾ ദോസ് ഷാർക്സ്, കുട്ടി കുട്ടി ഷാർക്സ് ദർ. ഞാൻ ഫോണൊന്ന് ടൈറ്റായി പിടിക്കട്ടെ, ഷാർക്കിൻ്റെ കയ്യിൽ വീഴണ്ട. സ്റ്റിംഗ്രേ കണ്ട അടിയിൽ. അമ്മ സ്റ്റിംഗ്രേ കണ്ട? എന്താ കുട്ടി ഷാർക്ക്? ഇതാട്ടോ സ്റ്റിംഗ്രേ. കണ്ടോ? നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ടോ മനസ്സിലാവണില്ല സൈസ്. ഇറ്റ് ഈസ് മാസീവ്. എന്താ വലിയ വലിയ സ്റ്റിംഗ്രേസും ഷാർക്കും ആണ് എൻ്റെ ഉള്ളില്. എൻ്റെ അമ്മേ, നോക്കുമ്പോ ടോട്ടലത്. എന്താ അതിന്റെ സൈസ്. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് പോകാൻ പോണത് ഇവിടെ എന്തോ ഒരു ഷാർക്കിനെ കാണാനുള്ള എന്തോ ഒരു സ്ഥലമാണ് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ കയറി ചെല്ലാൻ നമുക്ക് അതിൻ്റെ ഉള്ളിൽ. ആൻഡ് ഐ തിങ്ക് വി ക്യാൻ തൊടൽ ഓൾസോ. തൊടാൻ പറ്റും തോന്നുന്നു. ബി നൈസ് ടു മീ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഐ തിങ്ക് വി ക്യാൻ ലൈക്ക് തൊടൽ ദം വരുമ്പോൾ. എന്താണ് സംഭവം? സ്റ്റിംഗ്രേ കൊണ്ടും ഇങ്ങോട്ട് വരിക. ലെറ്റ്സ് സീ കേട്ടോ. ഇത് അവരൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ട്. സ്റ്റാർ ഫിഷസ് ഉണ്ട് കുറേ. ആൻഡ് അറ്റ് ദ സെയിം ടൈം വലിയ പോയ്സണസ് അല്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഇലക്ട്രിക്യൂട്ട് ചെയ്യാത്ത സ്റ്റിംഗ്രേസാണ് തോന്നുന്നു ഇവിടെ ഉള്ളത്. സോ വി ക്യാൻ ടച്ച് ദം സ്ലോലി. അത് കണ്ടമ്മ, പതുക്കെ തൊടാം. കണ്ടോ? അതാ തൊട്ടു. വേണമെങ്കിൽ തൊട്ടോളി. അയ്യോ അയ്യോ, അതാ രാജു തൊടുണ്ട് കേട്ടോ. തൊട്ടാ പാമ്പിന്റെ തൊലി പോലെ തൊടുമ്പോ അത്ര. ഞാൻ പാമ്പിനെ തൊട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. ചെറുത് നീറ്റണു. നമ്മള് ഫുഡ് തപ്പാട്ടോ. അപ്പോ പേരൻസിനുള്ള ടൈപ്പ് ഓഫ് ഫുഡും തലയുടെ മുകളിൽ കൂടെയാണ് സീകൾ ഉറക്കണം. പേടിയാവണു. നിനക്ക് പേടിയുണ്ടോടാ? അപ്പൊ കൊച്ചുബാബു എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാരും ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ പേരൻസ് ഒക്കെ സീറ്റ് പിടിച്ചിരിക്കുക. കുട്ടികളൊക്കെ തളർന്നു. ചൂടത്ത് വെയിലത്താണ് ഇങ്ങനെ റൈഡ്സിൽ പോയിരുന്നത്. സോ ദേ ആർ ലൈക്ക് വെരി ടയേർഡ്. രണ്ടെണ്ണം കരിഞ്ഞെത്തിയിട്ടുണ്ട്. അപ്പോൾ വി ഗോണ്ട് ഗെറ്റ് സം ഐസ്ക്രീംസ്, കോൾഡ് സ്റ്റഫ്.
സം ടാക്കോസോ ബർഗറോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് വാങ്ങാൻ വേണ്ടിയിട്ട്. ഫുഡ് കോർട്ടാണ് കേട്ടോ അത്. സി ഇറ്റ്സ് ഗോട്ട് എൻക്ലോസ്ഡ് ആയിട്ടുള്ള സംഭവം. അതുകൊണ്ട് സമാധാനം. ഇറ്റ്സ് വെരി ഹോട്ട്. എന്താണ് ആണോടാ? വല്ലാണ്ട് റോളർ കോസ്റ്റർ പോയിട്ടായിരിക്കും. ഐസ്ക്രീം കേട്ടതാ ചെറുത് സുനിലിൻ്റെ അടുത്ത് ചാടിട്ടോ. ഈവൻ ഐ വാണ്ട് ഐസ്ക്രീം പറഞ്ഞ് അതിനെല്ലാം വേണം ചേച്ചിമാർ ചെയ്യണത് കേട്ടോ. സോ ദേ കൊണ്ട് പിക്ക് സംതിങ് കൂൾ. കാരണം പിള്ളേർ കരിഞ്ഞ് തല കറങ്ങിയിരിക്കണു അത്രയ്ക്ക് വെയിലത്ത് കിടന്ന് കളിച്ചിട്ട്. തണുപ്പ് ഐസ്ക്രീം എന്തെങ്കിലൊക്കെയോ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, പിള്ളേർക്ക് തണുപ്പിനുള്ള ഐറ്റംസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഫുഡിനുള്ള ഐറ്റംസ് വാങ്ങാം നമുക്ക്. അവളെക്കാട്ടും വലിയ സാധനം അവള് കഴിക്കണേ. ഹാപ്പി അനുഷ്ക സുഖമായിട്ടോ കഴിച്ചപ്പോ? എങ്ങനെയാ സാക്ഷിമ ചേസ് പറഞ്ഞോ? അതിന് നക്കാനറിയാട്ടോ. അത് അതിന്റെ സാധനം എനിക്ക് തന്നിട്ട് സുനിലിന്റെ സാധനം എടുത്ത് കുടിക്കണം ഇപ്പൊ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ബർഗേഴ്സൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അങ്ങനത്തെ കുറച്ച് ഫ്രാപ്പേസും ഷേക്സും അങ്ങനത്തെയും കുറച്ച് ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഇറ്റ്സ് ഹോട്ട്. സോ അങ്ങനത്തെ സാധനങ്ങൾ കഴിക്കാനാണ് സുഖം ആക്ച്വലി. പിള്ളേര് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് എൻ്റെ ദൈവമേ ഇതിന് വട്ടായി ഉണ്ണു മധുരം കഴിച്ചിട്ട്. ഓക്കെ, അവിടെ എന്തോ ഒരു ഗെയിമാണ്. അത് 5 ഡക്കന പിടിക്കേ അങ്ങനെ എന്തോ ചെയ്യണം. അങ്ങനെ ചെയ്താൽ എന്തോ പ്രൈസ് കിട്ടേ അങ്ങനെ എന്തോ ഉണ്ട്. ഗുഡ് ജോബ് അനുഷ്ക. ഓക്കെ, നൗ സാനുസ് ടേൺ. എൻ്റെ ദൈവമേ ആ ചെറുത് കച്ചറ കാണിക്കണു. സാനു 5 എണ്ണത്തിന് പിടിച്ചിട്ട് ആ ഡക്കിന്റെ അടിയിൽ എത്ര നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെ കൗണ്ട് ചെയ്തിട്ട് ടോട്ടൽ. ഗുഡ് ജോബ്. ദൈവമേ അതിന് കിട്ടാത്ത തന്നെയാണ് ഈ കാണിക്കണേ. ഇവിടെ എന്തോ ഷോ നടക്കണ്ടായിരുന്നു സ്റ്റിംഗ് റേസിന്റെ. ആടെ അത് കുറച്ചും കൂടെ വെള്ളിക്ക് വരും അപ്പൊ തൊടാട്ടോ. ആ ചിമുട്ടത് ആ വെള്ളം എന്ന് പറഞ്ഞിട്ട് അവിടെ ചാടി നിൽക്കുന്നുണ്ട്. അത് പേടിയുള്ളൂ എനിക്ക്. ആ സ്റ്റിംഗ് റീനെ ഉപദ്രവിച്ചു. അതങ്ങനെയാ നിക്കണം. അമ്മ തൊട്ടു അമ്മ. ഇതാ അല്ലേ എൻ്റെ നാച്ചുറൽ പ്രിൻസ്. എന്തൊരു ഭംഗിയാ. പ്രത്യേക സ്കിന്നായിണ്ട്. ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. തൊട്ടമ്മ ഇതൊക്കെ തൊടാൻ നിൽക്കാണ്. ചെറുത് അവിടെ എന്തൊക്കെയോ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഓ ഇതിന്റെ സൈസ് നോക്കൂ. മാസീവ് സൈസുള്ള സ്റ്റിംഗ് റേസ്. അവിടെ ആരൊക്കെയോ അതിനെ തൊടുണ്ട് കേട്ടോ. അത് മേലേക്ക് വന്നു. ഓ ഭയങ്കര അടുത്ത് വരുന്നേ. അയ്യോ എനിക്കൊരു പേടി. അവരൊക്കെ അവിടെ തൊടുന്നുണ്ട് കേട്ടോ. അതിനെ അവരൊക്കെ ഫുഡ് വാങ്ങി കൊണ്ടുവന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് തൊടാൻ വരുന്നുണ്ട് അടുത്തടുത്തായിട്ട്. ആ ചെറുതിന് ഒരു പേടിയില്ല കേട്ടോ. അത് സ്റ്റിംഗ് റേന്. അതാ അതാ ഇപ്പരൊക്കെ അവിടെ റെസ്റ്റ് എടുക്കാണ്. സുനിലും രാജും അതിന്റെ അറ്റത്ത് അവിടെ വലിയ എന്തോ ഒരു ഭ്രാന്ത് പിടിപ്പിക്കുന്ന റൈഡ് ഉണ്ട്. ട്രൈഡന്റോ എന്നെങ്ങാണ്ടോ പറഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു എന്താണ് പറയാ, കുരിശല്ല ശംഖോ എന്താണ് പറയാ, ആ സാധനമില്ലേ ഇത് ആ സാധനത്തിന്റെ മേളിൽ വരെ പോണ എന്തോ ഒരു ടൈപ്പ് ഓഫ് റൈഡാ തോന്നുന്നു കേട്ടോ. അപ്പോൾ അവർ രണ്ടുപേരും അതിന് പോയിരിക്കുകയാണ്. സാനും അന്വേഷിക്കും അവർക്ക് ഇഷ്ടമുള്ള ഏതോ റൈഡിന് പോയി. നമുക്കിവിടെ ഭാഗ്യത്തിന് ഇങ്ങനെ നല്ല ഷെയ്ഡഡ് ഏരിയാസ് ഒക്കെ ഉണ്ട് കേട്ടോ. സോ വി ഏബിൾ ടു സിറ്റ് ഹിയർ. അപ്പോൾ പേരൻസിനൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് വി ആർ ഏബിൾ ടു വാച്ച് ഇവിടുത്തെ ഇവർ പോയ ഭീകര റൈഡ് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. സോ വി സിറ്റിംഗ് ഹിയർ. കുറച്ച് നേരം റെസ്റ്റ്. സാശുവിന് ഉറക്കം വന്നു തുടങ്ങി. ഇവിടെ അതുമാതിരി ഒരു അണ്ടർ വാട്ടർ വ്യൂയിങ് ഗാലറിയും കൂടി ഉണ്ട് കേട്ടോ. സോ ഇറ്റ്സ് പ്രിറ്റി നൈസ്. ബിക്കോസ് ചുറ്റും ഇങ്ങനെ വെള്ളമായിട്ട് അടിയിൽ കൂടെയാണ്. സാശുവിനൊക്കെ വലിയ ഇഷ്ടമാണ്. സുനിൽ കൊണ്ടുപോയിട്ടുണ്ട്. ഷാർക്ക് ബേ എന്നാണ് കാണിക്കണേ. സോ ലെറ്റ്സ് സീ. ദിസ് വാസ് ഓൾസോ വെരി ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ടോ. ഇത് അണ്ടർഗ്രൗണ്ട് മാതിരി നമ്മളിങ്ങനെ താത്തിക്ക് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഫുൾ സീ ലൈഫിനെ നമുക്കിങ്ങനെ ഒരു ഹ്യൂജ് അക്വേറിയം സൈസ് മാതിരി കാണാൻ പറ്റുന്ന പോലെ. സാശുവിൻ്റെ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അതുവരെ ഉണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ ഫുൾ മതിക്കുണ്ടായിരുന്നു. അത് കണ്ടില്ല. ആ സ്റ്റിംഗ് റേനൊക്കെ ഇങ്ങനെ അപ്പ് ക്ലോസ് കാണാൻ പറ്റും. ഈവൻ ദോസ് ഷാർക്സും ടോട്ടലും എല്ലാത്തിനെയും നമുക്കിങ്ങനെ അടിയിൽ നിന്ന് ബിഗ് സൈസിൽ ഇങ്ങനെ കാണാൻ പറ്റിയിരുന്നു. സോ ദിസ് വാസ് ഓൾസോ ഗുഡ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു. ഇവിടെ അടിയിൽ വന്നിങ്ങനെ കണ്ടപ്പോൾ ഷി ഓൾസോ എൻജോയ്.
enjoyed. Don't sleep. തളർന്ന അവിടെ ഇരിക്കണുണ്ട്. ഉറങ്ങിയിട്ടില്ല ചെറുത്, പക്ഷെ ഇരിക്കണില്ല. റോക്ക് ക്ലൈംബിങ് ചെയ്യത്. Grandma Shark. തിരിച്ചെത്തി. ഫോണൊക്കെ വീണു. തിരിച്ചെത്തിട്ടോ. ടയേർഡ് ബട്ട് വി നോട്ട് ലൈക്ക് അനങ്ങാൻ പറ്റില്ല, എക്സോഷൻ ഒന്നുമില്ല. അപ്പോൾ പുറത്ത് ഇവിടെ ഉണ്ടല്ലോ കുറേ ഗെയിംസും കാര്യങ്ങളും, പൂളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് പൂൾ ഇറങ്ങാച്ചിട്ട് നമ്മൾ സ്വിമ്മേഴ്സൊക്കെ എടുത്തിട്ട് ഇപ്പോൾ ഇറങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ. ചെറുതിനെ ഞാൻ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞതുമാണ് ഈ കാര്യം പ്ലാൻ വന്നത്. ദാറ്റ് ഓൾ ഓഫ് us വിൽ ഗോ. അപ്പോൾ അവളെയും സ്വിം സൂട്ടിലേക്ക് കയറ്റിയിട്ടുണ്ട്. സൂണിൽ പിള്ളേരൊക്കെ റെഡിയാണ് സ്വിം സൂട്ടിൽ. ഞാനും ഈ ഇപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്ത് പതുക്കെ ജസ്റ്റ് ഗോൺ ഗോ. കുറച്ച് നേരമെങ്കിലും വെള്ളം തണുപ്പുണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. തണുപ്പാണെങ്കിൽ ഞാൻ പെട്ടുപോകും. ബട്ട് ഐ എം ജസ്റ്റ് ഗോൺ ഗോ. അമ്മയും വരുന്നുണ്ട് നമ്മുടെ കൂടെ വെറുതെ പൂൾ സൈഡിൽ ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ പൂൾ നൗ. അമ്മ ഇറങ്ങണില്ല, ഷട്ടറൊക്കെ ഇട്ട് തണുപ്പത്ത് ഇരിക്കുന്നുണ്ട്. ഇതാണ് പൂള്. അപ്പൊ നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ്. ദാ ചെറുത്, ദാ ചെറുത്. അയ്യോ, വെറുതെ കുളിപ്പിച്ചു അതിനെ. ഓക്കെ ഗൈസ്, ദാ ഫുള്ളും രാജുവും മംഗളും പിള്ളേരും ഒക്കെ വെള്ളത്തിലാണ്. ചെറുത് അവിടെ ഉണ്ട്. ഓക്കെ, ഞാനും കുറച്ചു നേരം പോയി ചില്ല് ചെയ്ത് റിലാക്സ് ചെയ്തിട്ട് കേട്ടോ. വാച്ചിങ് ദിസ് ബ്യൂട്ടിഫുൾ സൺസെറ്റ്. ഓക്കെ, ബാക്കില് ഇത് ഭംഗിയല്ലേ. എനിക്കിത് കാണുമ്പോൾ ഇപ്പോൾ ചെറിയായിരുന്നു. ബട്ട് അമ്മ കുറച്ച് വീഡിയോസൊക്കെ നമുക്ക് ഇതിൻ്റെ ഇടയിൽ എടുത്തു തന്നെയായിരുന്നു. നമ്മൾ പൂളിൽ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ അമ്മയ്ക്ക് ഇവിടെ ചില്ല് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബിക്കോസ് എല്ലാം കാണാൻ പറ്റുന്നുണ്ട്, നമ്മളെയും കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം സൺസെറ്റും ഒക്കെ എൻജോയ് ചെയ്തിട്ട് ഇവിടെ സുഖമായിട്ടിരുന്നു. കുട്ടികളും കളിക്കുന്നുണ്ടായിരുന്നു വെള്ളത്തിൽ. പിന്നെ ഞാനും മീരി ഇറങ്ങി. ഞാനും മീരയും കൂടി മീരയുടെ അച്ഛനോട് കഥകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. ബാക്ക് ഇൻ 2020 ആ സമയത്ത് എന്താണെന്ന് എൻ്റെ ഓർമ്മ. ഞാനും മീരയും കൂടെ ഒരു അഡൾട്ട്സിനെ പഠിപ്പിക്കുന്ന സ്വിമ്മിങ് ലെസൺസിലൊക്കെ ചേർന്നിരുന്നു. ഇവിടെ നോർത്ത് പാരമേട്ടയിൽ ഒരു ക്ലാസ് ഉണ്ട്, അവിടെ ഗ്രോൺ അപ്സിനെ പഠിപ്പിക്കും. അവിടെയൊക്കെ പോയിട്ട് വലിയ കാര്യത്തിൽ ഭയങ്കര നീന്തൽ പഠിക്കലൊക്കെ ആയിരുന്നു കേട്ടോ. ബട്ട് ഇവിടെ വന്നിട്ട് ആണ് ഞാൻ തിരിച്ചറിഞ്ഞത് ദാറ്റ് ഞാനതൊക്കെ മറന്നു എന്ന്. ഐ തോട്ട് ഈ നീന്തലും ഡ്രൈവിംഗ് ഒക്കെ മസൽ മെമ്മറിയിൽ നിൽക്കും, ഒരിക്കലും നമ്മൾ മറക്കില്ല എന്നൊക്കെ ഉള്ളത്. പിന്നെ രാജുവാണ് പറഞ്ഞത് അതിന് ആദ്യത്തെ തവണ തന്നെ നന്നായി പഠിക്കണം. അതാണ് ഇത് രണ്ടും ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറക്കണേ. ഒക്കെ മറന്നു കേട്ടോ. എനിക്ക് ചിരിയും വരിക. ഞാൻ പറയായിരുന്നു, നമ്മളാണെങ്കിൽ ആ സ്വിമ്മിങ് സ്കൂളിൻ്റെ ക്യാപ്പൊക്കെ ഇട്ടിട്ടായിരുന്നു ഈ വെള്ളത്തിലിറങ്ങിയിരുന്നത്. വേറെ ആരെങ്കിലും അവിടെ നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവർ ആ സ്വിമ്മിങ് സ്കൂളിൽ പോയി പഠിക്കില്ല. ബട്ട് സ്കൂളിൻ്റെ അല്ല കേട്ടോ. ഐ തിങ്ക് ഐ വാസ് ഫ്രീക്കിംഗ് ഔട്ട്. അതുകൊണ്ട് മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. കുറേയൊക്കെ ഐ വാസ് സ്വിമ്മിങ് ആൻഡ് ഞാൻ ഒളിമ്പിക്സിൽ പോകും എന്നൊക്കെ ഇങ്ങനെ വെറുതെ വീമ്പളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സംഹൗ ഒരു സാഹചര്യം ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് അത് ഞാൻ മറന്നിരിക്കുന്നു. ആൻഡ് ഐ ഡidn't റിയലൈസ് ദാറ്റ് ഇത്രയ്ക്ക് എനിക്ക് ബോധമില്ലാണ്ടാവുന്നു. ഫ്ലോട്ട് ചെയ്യാൻ വരെ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. സോ അതൊക്കെ പറഞ്ഞ് നമ്മൾ ചിരിക്കായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാനും സുണിലും മീരയും രാജുവൊക്കെ കൂടെ വെള്ളത്തിൽ വി വർ ജസ്റ്റ് ടോക്കിങ് ആൻഡ് ഓരോ പഴയ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ച് ആക്ച്വലി വിറ്റായിരുന്നു. വി വർ ജസ്റ്റ് എൻജോയിങ് അവർ സെൽസ്. നമ്മൾ ഹോൾ ഡേ കുറേ ഔട്ട്ഡോറും നടക്കലും ഒക്കെ സ്പെൻഡ് ചെയ്തല്ലേ. ആൻഡ് ദെൻ ടു കം ബാക്ക് ആൻഡ് റിലാക്സ് ഇൻ ദ പൂൾ വാസ് സോ ഗുഡ്. വെള്ളം വാസ് ഓക്കെ, പക്ഷെ ഇതൊന്ന് പൊങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ വിവരം അറിഞ്ഞത്. നല്ലോണം തണുത്തു. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അമ്മേൻ്റെ ഇടയിൽ വീഡിയോസൊക്കെ എടുത്തായിരുന്നു. എൻ്റെ ഫോണിൽ തന്നെ എടുത്താന്നിരുന്നു. അങ്ങനെ കിട്ടിയ കുറച്ച് ഷോർട്സ് ആട്ടോ. ബട്ട് ഐ തിങ്ക് ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ എൻഡ് ടു എ വെരി ബിസി ഡേ. സോ റിയലി നൈസ്. വെള്ളത്തിൽ കളിഞ്ഞ് ക്ഷീണിച്ച് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. മീനും അവിടെ റെഡി ആയിരിക്കണു. നമ്മളെല്ലാവരും ഉണ്ട് കേട്ടോ. ബാക്കിൽ പേരൻസ് ഉണ്ട്. ആൻഡ് സുനിൽ രാജു പിള്ളേരൊക്കെ മുന്നിൽ നടക്കാതെ. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാനാണ് കേട്ടോ. ബിക്കോസ് വി ആർ ഓൾ ടയർഡ് ബിക്കോസ് വി ഹാഡ് എ ലോങ് ഡേ റൈറ്റ്. രാവിലെ തൊട്ടിട്ട് വെയിലത്തും പിന്നെ വെള്ളത്തിലും ഒക്കെ ഉള്ള കളിയായിരുന്നു. സോ എക്സോഷൻ മാറാൻ വേണ്ടി ലുക്കിങ് എവിടെയാണെന്ന് പോയി കഴിക്കാമെന്ന്. പുറത്തിറങ്ങാനുള്ള ആരോഗ്യമില്ല. സോ വി തോട്ട് ഇവിടെ ഹോട്ടലിൽ തന്നെ ഉള്ള എവിടെയെങ്കിലും പോവാം. ബുഫയാണ് മിക്കവാറും നോക്കണത്. ബട്ട് ലെറ്റ്സ് സീ വാട്ട് ഓപ്ഷൻസ് വി ഫൈൻഡ്. അതനുസരിച്ചിട്ട് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു ഡോൾഫിൻ കാണിച്ചു തരാം. ശരിക്കുള്ള ഡോൾഫിൻ അല്ല കേട്ടോ, ഞാൻ ഈ ലൈറ്റർ ശ്രദ്ധിച്ചിരുന്നുള്ളൂ ഇത്രയും നാൾ. ഇത് കണ്ടോ ഇവിടെ? സോ ബ്യൂട്ടിഫുൾ, നല്ല ക്യൂട്ടായിട്ടുണ്ട് ആ ഡോൾഫിൻസിൻ്റെ. ഈ ഡോൾഫിൻ ബേ ഒക്കെ ഇവിടെ തന്നെ കുറേ ഉള്ളതുകൊണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ. ഇവിടെ എവിടെ പോയി? ഫുഡ് അടിച്ചിട്ട് നമ്മൾ മീരയുടെയും രാജുവിൻ്റെയും റൂമിൽ കുറേ നേരം ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. എവ്രിബഡി വാസ് ടയേർഡ്. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് ആ ക്ഷീണം കാണാണ്ട്. പക്ഷെ വർത്താനം പറഞ്ഞ് സാശുവിനെ എല്ലാവരെയും കളിപ്പിച്ച് നല്ല രസമായിരുന്നു. സോ വി ആർ ഗോയിങ് ടു റാപ്പ് അപ്പ് ദിസ് ഡേ ബിക്കോസ് വി ഓൾ ഹാഡ് എ ലോങ് ഡേ. വന്നിട്ടേ ഇപ്പോൾ നമ്മുടെ ഭക്ഷണം ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ നമ്മുടെ റൂമിൽ വന്നിരുന്നുള്ളൂ കേട്ടോ. സോ ഞാൻ ഇനിയിപ്പോൾ നേരെ കിടക്കുകയുള്ളൂ. ബിക്കോസ് നാളെ രാവിലെ നേരത്തെ എണീക്കണം. നാളെ അപ്പോൾ നമ്മൾ എങ്ങോട്ടാ പോണേ?
ഞാനെന്നെ മറക്കും എപ്പോഴും എനിക്ക് കൺഫ്യൂഷനാ. Movie world. മൂവി വേൾഡോ? ഓക്കെ, മൂവി വേൾഡും പിന്നെ എവിടെയാ പോഴ നോക്കണേ? Wild and ഷാടല്ലേ അമ്മ? Wet and Wild. എല്ലാരും ഒച്ച പോയിണു. വെറ്റ് ആൻഡ് വൈൽഡ്. അതും കൂടെ പോവാനാണ് വിചാരിക്കുന്നത്. ദാറ്റ്സ് ദ പ്ലാൻ. നമുക്ക് പിള്ളേരെയും ഒക്കെ വെച്ചിട്ട് ഒരു എവിടേക്കൊക്കെ എപ്പോഴൊക്കെ എത്താൻ പറ്റുന്ന ഇറ്റ്സ് എ ബിറ്റ് ഡൗട്ട്ഫുൾ, ബട്ട് വിൽ സി. പറ്റുന്ന അത്ര ചെയ്യാമെന്നാണ് വിചാരിക്കണത്. ബട്ട് ഇതിപ്പോൾ എല്ലാം കൂടെ ക്ലബ് ചെയ്താൽ ബിക്കം വെരി ലോങ് വീഡിയോ. അപ്പോൾ ഐ തിങ്ക് ഇത് ഇവിടെ നിർത്തട്ടെ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ കണ്ട എല്ലാവരും മറക്കാതെ പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് എല്ലാം ചെയ്യൂ. ആൻഡ് ആസ് ഓൾവേസ് കീപ് സപ്പോർട്ടിങ് ആൻഡ് കീപ് വാച്ചിങ്. എല്ലാവരുമായിട്ട് ഈ വീഡിയോ ആൻഡ് ഈ ഒരു ചാനലിൻ്റെ വിശേഷങ്ങളൊക്കെ പ്ലീസ് ഷെയർ ചെയ്യൂ. That's it. നമ്മൾ പാതി ഉറക്കത്തിലാണ്. ഇനിയിപ്പോൾ ഞാൻ പിച്ചും വഴിയും പറയുള്ളൂ. So thank you for watching. And until we see you in the next video, this is bye from Shruti and bye from boy. അതന്നെ കൂവലിന് ശക്തി പോരാ. Bye guys.